പ്രജിത പ്രശാന്തൻ എന്ന പ്രശാന്ത് ആവിയായി പോയി. അതെ ചേട്ടാ, അത് മനസ്സിലായോ? മനസ്സിലായി. രാവിലെ നമ്മൾ വാർത്തകൾ കാണണയാണല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നതേ, പ്രശാന്തനില് ആദ്യം ദിവ്യയില് കേസ് ഒതുക്കി തീർക്കാൻ നോക്കി, നടന്നില്ല, അതങ്ങ് ഒത്തില്ല. അതുകൊണ്ട് ഇനി പ്രശാന്തനല്ലേ കേസ് ഒതുക്കി തീർക്കാനുള്ള ഒരു നീക്കം നടക്കുന്നില്ലേ? പ്രശാന്തിന്റെ ഈ പരാതി, വിജിലൻസിൽ കൊടുത്ത പരാതി എന്ന് പറയുന്നത് ശരിക്കും ഒരു പരാതിയായിട്ട് പോലും പേപ്പർ അവിടെ എത്തിയിട്ടില്ല. ഇല്ല, പരാതി പരിഹാര സെല്ലിന്റെ അല്ല, അത് മുഖ്യമന്ത്രിയുടെ അവിടെ വിജിലൻസിന് പരാതി കൊടുത്തു എന്നുള്ള. അതായത് ഇതൊരു വെൽ സ്ക്രിപ്റ്റഡ് സ്റ്റോറിയാണ്. ഇതിനൊരു സംവിധായകനുണ്ട്, ഒരു തിരക്കഥാകൃത്തുണ്ട്, അഭിനേതാക്കളുണ്ട്. ഇതിലെ അഭിനേതാക്കളാണ് പ്രശാന്ത്, പി ദിവ്യ തുടങ്ങിയവർ. അറിയാതെ വന്നുപെട്ടുപോയ കഥാപാത്രമാണ് നവീൻ ബാബു. അപ്പോ ഇതിലെ സംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ CPM-ന്റെ സംസ്ഥാന സമിതിയിലെ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലാ സമിതിയിലെ ഏതൊക്കെയോ ചില നേതാക്കളാണ്, അല്ലെങ്കിൽ ഭൂമാഫിയയിലുമായി ബന്ധമുള്ള ആരൊക്കെയാണ്. ഈ നേതാക്കൾക്ക് ഭൂമാഫിയുമായി ബന്ധമുണ്ടോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആണ്, പിന്നല്ലാതെ ബന്ധമുണ്ട്. അത് പിന്നെ പകൽ പോലെ വ്യക്തമല്ലേ. അതായത് ഈ വെൽ സ്ക്രിപ്റ്റഡ് സ്റ്റോറി എവിടെ പാളി എന്ന് ചോദിച്ചാല് നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. അതായത് ഒരു പമ്പ്, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. നമ്മൾ കാണുന്ന എത്രയോ പമ്പുകൾ, ആ പമ്പിന്റെ ഉടമകളൊക്കെ ഒരു 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഭാര്യയുടെ സ്വർണം പണയം വെക്കേണ്ട ആവശ്യം വരും. അത്രയും മൂസത്തുള്ളവനെ ഇതിന് ഇറങ്ങുള്ളൂ. ഇപ്പൊ എന്റെ നാട്ടിലെ തിരുവനന്തപുരത്ത് എവിടെയൊക്കെ ആർക്കൊക്കെ പമ്പുണ്ടെന്ന് വെച്ചാൽ 1-2 പേരൊക്കെ എനിക്കറിയാം, ഓണേഴ്സിന്റെ. അവരൊക്കെ തന്നെ, ഗോപാലകൃഷ്ണൻ എനിക്കറിയാവുന്നുള്ളൊരു ഒരു പമ്പുകാരനാണ്, ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. അയാൾക്ക് അത്യാവശ്യം നല്ല കാശുണ്ട്. അയാൾ സ്കൂളിനടുത്ത് അവിടെ നിന്ന് ഇത്ര മാറി, ഇന്നടുത്ത് ഇത്ര മാറി എന്നൊക്കെ അയാൾ ഒരു സ്ഥലം കണ്ടെത്തി അത് ചെയ്തെങ്കിൽ ആ പറയുന്ന ഏത് വ്യക്തിക്കായാലും ഒരു 2 ലക്ഷം രൂപയൊന്നും ഇല്ലാതിരിക്കാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ അതായത് പണമുള്ളവനെ ഈ ഒരു പെട്രോൾ ഇറങ്ങുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അതായത് 2ാം CPM സർക്കാർ വന്ന ശേഷം പിണറായി വിജയന്റെ നാട്ടിലെ സഖാക്കൾക്ക് പി ശശിക്ക് തന്നെ ഓരോ പമ്പ് അനുവദിച്ചതിനും എത്രയെങ്കിലും ലക്ഷം രൂപ കൈക്കൂലി ഇനത്തിൽ കിട്ടിയിട്ടുണ്ടാകും. ശശിയുടെ അക്കൗണ്ടൊക്കെ പരിശോധിക്കേണ്ട സമയം കഴിഞ്ഞു. ഈ സർക്കാർ അല്ലെങ്കിൽ ഇതിനെ ബന്ധപ്പെട്ടവരൊക്കെ, ADGP അജിത് കുമാറിന്റെ വിജിലൻസ് അന്വേഷിക്കുന്നവർ ഇതൊക്കെ അന്വേഷിക്കട്ടെ. അപ്പൊ നമ്മൾ ആൾക്കാരാണല്ലോ. അതെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ മാറിപ്പോകുന്നു. അപ്പോൾ ഇതില് ഈ പറയുന്ന സ്വർണം പണയപ്പെടുത്തിയത് രേഖയുണ്ടാക്കാൻ, വണ്ടിയിൽ പോയി അദ്ദേഹത്തിന്റെ പിറകെ നടന്നത് CCTV ദൃശ്യങ്ങളിൽ പോയത് അത് രേഖയുണ്ടാക്കാൻ, വിജിലൻസിൽ പരാതി കൊടുക്കാൻ പോയി എന്നുള്ളത് രേഖയുണ്ടാക്കാൻ, ഇതെല്ലാം ഒരു വെൽ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആണ് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം തന്നെ മനസ്സിലായി കഴിഞ്ഞു. അതാണ് പ്രശാന്തൻ ആവിയായി എന്ന് പറയുന്നത്. അതായത് ഒരു പരിധിവരെ അദ്ദേഹം പറയുന്നത് ചില കാര്യങ്ങൾ സാധൂകരിക്കുന്ന ഒരു തെളിവുണ്ട്, പക്ഷെ കൊടുത്തതായിട്ടുള്ള തെളിവില്ല. അത് തെളിവുണ്ടാക്കാനായി ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഞാനെന്ന വ്യക്തി അല്ലെങ്കിൽ എക്സിന് ഒയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു കുബുദ്ധിക്കാരനും ഇതേപോലത്തെ ഒരു ക്രൂഡാണെങ്കിൽ അവൻ പോകുന്നിടം വരുന്നിടം, ഇപ്പം നമ്മളെ ഓഫീസിൽ CCTV ഉണ്ട്, അവൻ അവിടെ പോകുന്നിടം അതിന്റെ ഫ്രണ്ടിൽ കൂടെ പോകും. അത് ദൃശ്യം സിനിമയിൽ ചെയ്ത പോലെ, അതേപോലെ ഇപ്പൊ എല്ലാം കാണുന്നത് അങ്ങനെയാണ്, ദൃശ്യം സിനിമ മോഡലാണ്. അതായത് ഇതിപ്പോ പ്രശാന്തൻ ഈ പറയുന്ന പൈസ കൊടുത്തു എന്നുള്ളതിന് തെളിവ് ബാങ്കിലെ പേപ്പർ. അവര് തമ്മിൽ സംസാരിച്ചു എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചു എന്നുള്ളത് ഫോൺ രേഖ. അത് കഴിഞ്ഞിട്ട് CCTV ദൃശ്യങ്ങൾ, അതിന്റെ പിറകെ വണ്ടിയും കൊണ്ടുപോയി ആ മനുഷ്യനെ ശല്യം ചെയ്യുന്നത് മറ്റൊരു രേഖ. വിജിലൻസിന്റെ ഓഫീസിൽ പരാതി പറയാൻ പോയത് വിജിലൻസ് ഓഫീസിന് അടുത്തുള്ള CCTV കൂടെ പോയി അവിടെ പോയി ഇരുന്ന് പറഞ്ഞെന്ന് മറ്റൊരു രേഖ. ഇതൊക്കെയാണെങ്കിലും അവസാനം ഈ കാശ് കൊടുത്തതിന്റെ തെളിവ് എവിടെ? അതില്ല. അവിടെയാണ് പൂട്ട് വീണത്. പറഞ്ഞു നിൽക്കാൻ കഴിയുമെന്നാണ് വിചാരിച്ചത്. അതായത് ഇവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ദിവ്യയുടെ അറസ്റ്റും അതുപോലെ ജാമ്യം ഇറങ്ങലോടും കൂടി ഈ കേസിന് കഴിയും. ഇവര് പോയി കണ്ട് മലയാളിപ്പുഴ മോഹനൊക്കെ, ആ പാവം പിടിച്ച കണ്ണൂരിൽ നിന്നുള്ള സ്ത്രീ വീണാമണി അവിടുന്ന് ചെന്ന് ഈ പറയുന്ന പോലെ ചെല്ലുമ്പോൾ അവരെ ചോദ്യം ചെയ്യുന്നു. അതായത് ഇതിന്റെ നാൾ വഴികൾ നോക്കുമ്പോൾ ഇപ്പം പ്രജിത സംസാരിച്ച പോലെ ഒരു PP ദിവ്യയിലോ പ്രശാന്തിലോ കൊണ്ട് ഈ കേസ് തീരുമെന്നും, ഇത് പത്തനംതിട്ട അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പോയി ഇപ്പം നമ്മുടെ ആന്തൂർ സാജന്റെ കുടുംബത്തെ ചാക്കിട്ട് ഒതുക്കിയതുപോലെ ഇവരെ വന്ന് ചാക്കിയിട്ട് ഒതുക്കി CPM-ന്റെ ജില്ലാ ഘടകം, പത്തനംതിട്ട ജില്ലാ ഘടകവും ഇവിടുന്ന് ചെന്നവരും എല്ലാവരും കൂടെ ചെന്നങ്ങ് ഇതിനെ അങ്ങ് ഒതുക്കി തീർത്ത് കള്ളക്കരച്ചിലൊക്കെ. MV ജയരാജൻ നേരിട്ടിറങ്ങി മൃതദേഹം അല്ലാതെ പാർട്ടിക്ക് സ്നേഹം ഉണ്ടായിട്ടോ ആ മനുഷ്യന്റെ കുടുംബത്തോടോ ഉള്ള പ്രതിബദ്ധതയൊന്നും. ഒരു കാര്യം കൂടിയാണ് കേട്ടോ, ഇതില് നവീൻ ബാബു ഇനി ഉണ്ടായാല്, അതായത് അവിടെ തന്നെ നിന്നാലും ഇനി ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് കാസർഗോഡ് മുതൽ കണ്ണൂർ വരെയുള്ള പാറമട ഭൂമാഫിയകളുടെ തെളിവുകളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നത് ഇല്ല, അപ്പൊ ഇതെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഫയലുകളെല്ലാം
പടി അവിടെ ഉണ്ടോ, അത് ആരുടെ പക്കലേക്ക് പോയിട്ടുണ്ടാകും എന്നുള്ളത് കൂടെ അതാണ് നമ്മൾ ചിന്തിക്കണ്ടേ? ഞാൻ പറഞ്ഞു വന്നത്. അയാളെ കൊണ്ട് അയാൾ അവിടുന്ന് അദ്ദേഹം ആ മനുഷ്യൻ ആ ബഹുമാനപ്പെട്ട ഓഫീസർ അവിടുന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഏതാനും മാസങ്ങളെ സർവീസിലുള്ളൂ. പത്തനംതിട്ടയിലേക്ക് അദ്ദേഹം പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കൊണ്ട് ആ കാര്യങ്ങൾ അവിടെ തീരണം എന്നുള്ളത് ഇവരുടെ ഒരു വെൽ കാൽക്കുലേറ്റഡ് പരിപാടിയായിരുന്നു. അതിൻ്റെ ഒന്നുകിൽ എനിക്ക് തോന്നുന്നത് വിജിലൻസിൽ ഈ പരാതി കറക്റ്റായിട്ട് എത്തിയിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടു, വാക്കുകൊണ്ട് നോവിച്ചു എന്നുള്ളതിനപ്പുറം വേറൊന്നും നടന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കുമോ ഇദ്ദേഹത്തിനെതിരെ ഇവര് അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാനാണല്ലോ ഈ ആ ശ്രമം പൊളിഞ്ഞു എന്ന് പറയുന്നത്. ആളുകൾ അങ്ങ് വിശ്വസിച്ചില്ല. അല്ല ഞാൻ പറഞ്ഞുതരാം, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നത് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പദ്ധതി പൊളിഞ്ഞു എന്ന് PP ദിവ്യയ്ക്കും പ്രശാന്തനും മനസ്സിലായത് കൊണ്ടാണോ അദ്ദേഹത്തിനെ വകവരുത്താൻ തീരുമാനിച്ചത് എന്നുകൂടെ നമുക്ക് ചിന്തിക്കുന്നത് തെറ്റില്ല. എല്ലാ സാധ്യതകളും അങ്ങനെ, അതായത് ഈ പറയുന്ന മനുഷ്യന് കൈക്കൂലി കൊടുത്തു എന്നുള്ളതിന്റെ തെളിവ് ഇപ്പൊ ഇല്ലെന്നുള്ളത് ഇതാ പകൽ പോലെ വ്യക്തം. അത് ആവിയായി പോയി. അവിടെ ആ സ്ഥാനത്ത് അയ്യോ അദ്ദേഹത്തിന് അങ്ങനെ കളങ്കപ്പെടുത്താനും പറ്റിയില്ലല്ലോ, അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന്റെ രേഖകളൊക്കെ ഉണ്ട് താനും. അതുകൊണ്ട് അദ്ദേഹത്തോടു കൂടി തന്നെ ഇത് തീർക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണോ ഇത് പോയത്? ഈ രേഖകളുടെ കാര്യം പറയുമ്പോഴാണ് അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തിന്റെ റൂമിലേക്ക് ആദ്യം എത്തുന്നത് ഇവരുടെ കളക്ടറാണ്. അത് കഴിഞ്ഞ് എത്രയോ നേരം കഴിഞ്ഞാണ് പോലീസിനെ വിവരം അറിയിക്കുന്നതും പോലീസ് എന്നിട്ടും വന്നത് മുക്കാൽ മണിക്കൂറോളം വൈകിയാണ് പോലീസ് അവിടെ. 2 മണിക്കൂർ അത്രത്തോളം വൈകിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും നേരത്തിനുള്ളിൽ അവിടെയുള്ള പല രേഖകളും ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പാർട്ടി അണികളെ ഉൾപ്പെടെയുള്ളവരെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഇത് ആത്മഹത്യ ചെയ്തു എങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം അങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു സാധ്യതയില്ല. അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തു വന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. 21 വയസ്സിലോ 22 വയസ്സിലോ ജോലിക്ക് കയറി ഈ കാണുന്ന പടിപടിയായി ഉയർന്ന പദവിയിൽ എത്തിയെങ്കിൽ ഇതുപോലത്തെ 100 പ്രശാന്ത് ഫ്രോഡുകളെ അദ്ദേഹം കണ്ടിട്ടുണ്ട്, എത്ര PP ദിവ്യമാരെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ബാഗ് മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിയതിൽ ആരൊക്കെ ഉണ്ട്? കളക്ടർ വന്നിട്ടുണ്ടാകും, ഈ ഡ്രൈവർ ഷംസുദ്ദീൻ അറിയാമായിരിക്കും, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പിന്നെ അടുത്ത് താമസിച്ചിരുന്ന ആൾക്കാരെ. അപ്പൊ ഇവർക്കെല്ലാം അറിയാം. പിന്നെ ഒന്നുകൂടെ നമുക്ക് ഇതിനകത്ത് അറിയാം, അദ്ദേഹത്തിന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റായി ആരാണോ ഓഫീസിൽ ഉണ്ടായിരുന്നത് അവർക്കും ഒരു വേള അറിയാൻ കഴിയും അദ്ദേഹം ഏതൊക്കെ ഫയലുകൾ സൂക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അറിയാൻ കഴിയും. അപ്പോ നമ്മളിപ്പോ അത്ര ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. നമുക്കിവിടെ ഞങ്ങൾ ഈ ചർച്ച പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷയുടെ കയ്യിൽ ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഭൂമാഫിയയെ സംബന്ധിച്ചുള്ള വിലപ്പെട്ട രേഖകൾ ഉണ്ട് എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. പ്രശാന്തന്റെ ഈ കേസ് ആവിയായ സ്ഥിതിക്ക് ഭൂമാഫിയ അദ്ദേഹത്തിനെ വകവരുത്താൻ തീരുമാനിച്ചത് തന്നെയാണ് എന്ന് തന്നെ നാം ഉൾപ്പെടെയുള്ള കേരള സമൂഹം വിശ്വസിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ അദ്ദേഹം കരുതിയിരുന്ന ഫയൽ ഇവർ മാറ്റിയിരുന്നാലും, ഇൻക്വസ്റ്റ് തയ്യാറാക്കിയവർ മാറ്റിയിരുന്നാലും, എന്തൊക്കെയോ ചില വിലപ്പെട്ട രേഖകൾ മഞ്ജുഷയുടെ വശമുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ഉറപ്പിൽ തന്നെയാണ് മഞ്ജുഷ മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഒരു ബോംബ് കൂടെ ഉണ്ട്. ഗീത എന്ന ഉദ്യോഗസ്ഥ തയ്യാറാക്കിയ റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട് അടപടല പൂട്ടുക തന്നെ ചെയ്യും. ഇത് CPMന്റെ കണ്ണൂരത്തെ വേരല്ല, സംസ്ഥാന സർക്കാരിന്റെ വേര് P ശശി എന്നൊരു മഹാനും കൂടെ ആകുമ്പോൾ ഈ കോറം തികയും എന്ന് തന്നെ നമുക്ക് കരുതാം.